നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ പാലായിലെ വിജയൻ ചേട്ടൻ്റെ സ്വപ്നഭവനത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ എന്നെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ചിരകാല സ്വപ്നമാണ് വീട് എന്നുള്ളത്. ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചു. ഈശ്വരൻ്റെ കൃപയാലും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈശ്വരഹിതമനുസരിച്ച് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഇതിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി താക്കോൽ ഏൽപ്പിക്കുകയാണ്. താക്കോലേറ്റ് വാങ്ങിക്കട്ടെ. നിർമ്മാണത്തെക്കുറിച്ചും ഇതിൻ്റെ ഞങ്ങളുടെ ആ സമീപനത്തെക്കുറിച്ചും എല്ലാം ഞങ്ങളല്ല അഭിപ്രായം പറയേണ്ടത്. ഞങ്ങൾ ചെയ്യുന്ന വർക്കുകളെക്കുറിച്ചും അല്ലെങ്കിൽ ഞങ്ങളുടെ രീതികളെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ക്ലയൻ്റായ വിജയൻ ചേട്ടനാണ്. അപ്പം വിജയൻ ചേട്ടൻ തന്നെ ഞങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അവരുടെ അനുഭവങ്ങൾ കൂടി നിങ്ങൾ കേൾക്കുക. വിജയൻ ചേട്ടന് 2 വാക്ക് പറയാം. ഞാൻ ഈ വീട് പണിയാൻ പ്ലാൻ ഇട്ടതിന് ശേഷം ഈ പല കോൺട്രാക്ടർമാരെയും സമീപിച്ചു. അവർ നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റും കുറഞ്ഞു. അതേപോലെ നമ്മൾക്കൊരു സ്വീകാര്യത ഉള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലൂടെ കണ്ട് പലരും സെർച്ച് ചെയ്ത് നോക്കി. അതിൽ ശ്രീ രാജേഷ് സാറിൻ്റെ വീടുകൾ പണി ഒക്കെ കണ്ടപ്പോൾ ഒരു തൃപ്തി തോന്നി. ഞാൻ അവർ സാറുമായിട്ട് ബന്ധപ്പെട്ടു. ഫോണിൽ ബന്ധപ്പെട്ട് സാറ് വന്നു സ്പോട്ടെല്ലാം വന്ന് കണ്ടപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരെന്നോട് ചോദിച്ചു, ഈ വയ്യാത്ത മനുഷ്യനാണോ ഈ പണി കൊടുക്കാൻ പോകുന്നത്? അപ്പം ഞാൻ പറയുമ്പോഴേക്കും വൈകല്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിനേ ഉള്ളൂ, മനസ്സിന് വൈകല്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പുള്ളിയുടെ ആരോഗ്യത്തിനും വൈകല്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പുള്ളിയെ വിശ്വസിച്ച് 100% വിശ്വസിച്ച് ഞാൻ ഈ വർക്ക് പുള്ളിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ആ വർക്ക് പുള്ളിക്ക് കൊടുത്തു. പുള്ളി ഞങ്ങൾ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടു, പണി തുടങ്ങി. എനിക്ക് ഒരു കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം കിലോമീറ്ററുകളോളം താണ്ടി ഇവിടെ എത്തി എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ പണിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളെ കൊടുത്ത് പണി മോശമെന്ന് തോന്നിയ പണിക്കാരെയൊക്കെ പുള്ളി സൈറ്റിൽ നിന്നും പറഞ്ഞയച്ച് പുതിയ നല്ല പണിക്കാരെ കൊണ്ടുവന്ന് ഈ പെരയുടെ പണി വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ കാലാവസ്ഥയിൽ ചില പ്രശ്നങ്ങളുണ്ടായെങ്കിലും അതിന് തക്കതായ താമസങ്ങളൊന്നും വരുത്താതെ പകലില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പെട്ടെന്ന് വർക്ക് പൂർത്തീകരിക്കുകയായിരുന്നു. അപ്പോൾ 6 മാസം കൊണ്ട് വർക്ക് പൂർത്തീകരിച്ച് ഇന്നേ ദിവസം എനിക്ക് താക്കോല് കൈമാറി. ഇനിയിപ്പോൾ ഈ വരുന്ന 17-ാം തീയതി ഈ ഭവനത്തിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്തണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ഭംഗിയായി ഇത്രയും ചിലവ് കുറച്ച് ഈ പെര ഞങ്ങൾക്ക് പണിത് തന്ന രാജേഷ് സാറിനെ ഞങ്ങൾ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഈ വീടിൻ്റെ A to Z വരെയുള്ള പ്ലാനുകളാണെങ്കിലും വർക്കിംഗ് പ്ലാനുകളാണെങ്കിലും എലിവേഷൻ ആണെങ്കിലും വിജയൻ ചേട്ടൻ്റെയും മക്കളുടെയും എല്ലാം ഇഷ്ടാനുസരണമാണ് നമ്മൾ ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിനുള്ള മെറ്റീരിയൽസ് എല്ലാം തിരഞ്ഞെടുക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യവും വിജയൻ ചേട്ടനും മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് അതാത് സമയത്ത് നൽകിയത് ഇതിൻ്റെ എഞ്ചിനീയറായ ശരത് എന്ന് പറഞ്ഞ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഇതൊക്കെ പൂർത്തീകരിക്കാനെല്ലാം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ കമ്പനിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പം ഈ വീട് ഒരു ലോ ബഡ്ജറ്റിൽ ഉള്ള ഒരു വീട് എന്ന് തന്നെ പറയാം.
23.5 ലക്ഷം രൂപയ്ക്കാണ് ഈ വീടിൻ്റെ വർക്ക് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ എന്നെ കൊണ്ടും എൻ്റെ ഓരോ സഹപ്രവർത്തകരെ കൊണ്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് സാധനങ്ങൾ കൊണ്ടുതരുന്നതിനാണെങ്കിലൊക്കെയുള്ള വണ്ടികളും ഒക്കെ തന്ന് സഹായിക്കുകയും ഒക്കെ ചെയ്ത നല്ലവരായ നാട്ടുകാരോടും വിജയൻ ചേട്ടൻ്റെ കുടുംബത്തോടും എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.